ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ പുലാവാണ്. ചിക്കൻ പുലാവ് തയ്യാറാക്കാനായിട്ട് 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ബസ്മതി റൈസ്. ഇനി ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ചെറിയ 3 സവാള, 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് തക്കാളി, കുറച്ച് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര്, 2.5 ടേബിൾ സ്പൂൺ നെയ്യ്, പച്ചമുളക് ചതച്ചത്, കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത 1/4 കപ്പ് ക്യാരറ്റ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വലിയ പീസ് കറുവപ്പട്ട, 6 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ ജീരകം, 1 തക്കോലം, 2 ബേ ലീവ്സ്, 4 ഏലക്ക, 6 കുരുമുളക്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സവാള അരിഞ്ഞതും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ പച്ചമുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 കപ്പ് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്തെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. ശേഷം 3 കപ്പ് വെള്ളം ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, പച്ചമുളക്, ക്യാരറ്റ് കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് ഒരു 6 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയും വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്.
ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.